നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാർദ്ധക്യ, വികലാംഗ, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ഡിസംബർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്നതല്ല. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയാം, 2-3 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടുന്നുണ്ട് എന്ന അറിയിപ്പുകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് 2500 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. അതിൻ്റെ ഔദ്യോഗികമായി വിവരം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ഏതായാലും സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് ഇനി തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട്. അത് ഈ നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു എല്ലാ വർഷവും നൽകാറ്. നമുക്കറിയാം, ഇപ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൊതുവായിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ഈ ഒരു വാർദ്ധക്യ വിധവ പെൻഷൻ വാങ്ങുന്നവർ നൽകുന്ന സത്യാമൂലം, ആ വിധവ പെൻഷൻ വാങ്ങുന്ന സത്യാമൂലം നൽകാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലോ മറ്റോ ആളുകളോ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഇക്കാര്യം അവരുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക. എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂല്യമായിരുന്നു. വാർഡ് മെമ്പർമാരാണ് നിങ്ങളോട് അത് പറയാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്കറിയാം, ഇലക്ഷൻ നടക്കുന്നത് തന്നെ എല്ലാ മെമ്പർമാരായാലും ശരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാവരും തിരക്കിലായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യാത്തതുണ്ട്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിരുന്നു. നമുക്കറിയാം, വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ട ആവശ്യമില്ല. ചില ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാതെ മുമ്പത്തെ പെൻഷൻ എടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ 1 ലക്ഷത്തിന് മേലെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളും ഈ ഡിസംബർ 30 മുമ്പായി തന്നെ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുടെ പെൻഷൻ എന്നേക്കുമായി തടസ്സപ്പെട്ടേക്കാം. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അതുപോലെ തന്നെ എല്ലാ പെൻഷൻ രൂപത്തിലും വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. നമുക്കറിയാം, വിധവ പെൻഷൻ ആയിക്കോട്ടെ, വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ, എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യം തന്നെയാണ് മസ്റ്ററിങ്. ആ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ അതിനുള്ള സൗകര്യമുണ്ട്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.